എന്ന് പറഞ്ഞാൽ ആപ്പിനെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, നമുക്ക് ഓൺലൈൻ ജോബ് വഴി ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ക്യാഷ് കളയുകയും ചെയ്യും. അതെങ്ങനെയാണെന്നും അത് ഏതൊക്കെ ആപ്പ് വഴിയാണ് അവർ നമ്മളുടെ അവരത് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നും അതിന് എക്സാമ്പിളായിട്ടുള്ള ഒരു ആപ്പും ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം വീഡിയോ ഫുൾ കാണുക. എന്നിട്ട് മാത്രമേ ഓൺലൈനിൽ നിന്നുള്ള ഏതൊരു ആപ്പാണേലും ഡൗൺലോഡ് ചെയ്തിട്ട് ഏൺ ചെയ്യാവുള്ളൂ. പിന്നെ നിങ്ങൾ ട്രൈ ചെയ്യുന്നതിന് മുന്നേ ഗൂഗിളിലും ട്രസ്റ്റ്പാഡിലും ഒക്കെ ഒന്ന് സെർച്ച് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾക്ക് 100% ഉറപ്പ് വരുന്ന ആപ്പ് മാത്രമേ ഡൗൺലോഡ് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പാടുള്ളൂ. അല്ല എല്ലാം എല്ലാം കൂടി ഡൗൺലോഡ് ചെയ്ത് ആകെ കുഴപ്പം ഉണ്ടാക്കരുത്. ജസ്റ്റ് നിങ്ങൾക്ക് ട്രസ്റ്റബിളായിട്ടുള്ളത് മാത്രം ഡൗൺലോഡ് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യുക. അപ്പം നമ്മുടെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്, നമുക്ക് ചതിക്കുഴികൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് അങ്ങോട്ട് കിട്ടാനായിട്ട് അവർ ചില ടിപ്പും ട്രിക്സും ഒക്കെ അവർ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നും അതിന് എക്സാമ്പിളായിട്ടുള്ള ഒരു ആപ്പും ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മസ്റ്റ് ആ വീഡിയോ ഫുൾ കണ്ടതിന് ശേഷം മാത്രമേ ഏതൊരു ആപ്പാണെങ്കിലും ഡൗൺലോഡ് ചെയ്ത് ഏൺ ചെയ്യാവുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ ഉണ്ടല്ലോ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്ന ആപ്പ് ഏതാണെന്ന് വെച്ചാൽ സൂപ്പി ആപ്പ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഏറ്റവും കൂടുതൽ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ആപ്പാണ് നമ്മുടെ സൂപ്പി ഫ്രീ ആപ്പ് എന്ന് പറയുന്നത്. കണ്ടോ, ഇത് നമ്മൾ ഗെയിം ഡൗൺലോഡ് ചെയ്ത് കളിക്കുന്ന ഒരു ആപ്പാണ്. അറിയാലോ, ലൂഡോ എന്ന് പറയുന്ന ഗെയിമാണ് നമ്മൾ ഈ ആപ്പിലൂടെ കളിക്കുന്നത്. കണ്ടോ, സൂപ്പി ആപ്പ് എന്ന് പറയും. അപ്പോൾ ഇതിനകത്ത് അവർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, അവർ നമ്മൾ ആദ്യം ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യിപ്പിക്കും. നമ്മുടെ ലൂഡോ പ്ലേ നൗ എന്ന് കൊടുക്കാമെങ്കിൽ കണ്ടോ, ഇത് ഇവിടെ എൻട്രി ഫ്രീ എന്ന് അവർ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മളിത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്താണെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. പ്ലേ നൗ കൊടുക്കുക, അപ്പം പ്ലേ കൊടുക്കുക. അപ്പം കണ്ടോ, 8.5 ആണ് അവരുടെ പ്രൈസ് പോൾ കൊടുത്തിരിക്കുന്നത്. കിട്ടുന്ന പൈസ 8.5 ആണ്. എൻട്രി ഫീസായിട്ട് നമ്മൾ എത്ര രൂപ അടയ്ക്കണം? 5 രൂപ അടയ്ക്കണം. മനസ്സിലായോ? ആദ്യമൊക്കെ നമ്മൾ കളിക്കുമ്പോഴത്തേക്കിനും ഫ്രീ ആയിട്ടുള്ളത് ഉണ്ട്. മീൻസ് ആദ്യം നമ്മൾ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കയറുമ്പോൾ അവർ നമുക്ക് കുറച്ച് ടൈം ഫ്രീ ആയിട്ട് തരും. മനസ്സിലായോ? അങ്ങനെ നമ്മൾ ഫ്രീ ടൈമിൽ കളിച്ച് നമ്മൾ അതിനങ്ങ് അഡിക്റ്റ് ആവും. എന്ന് വെച്ചാൽ ഒരു 2-3 രൂപ, ഇപ്പം 4 രൂപയാണ് ഞാൻ ആദ്യം കയറിയ സമയത്ത് എനിക്ക് കിട്ടിയത്. ഞാൻ കാണിച്ചു തരാം. അത് ബാക്കിലേക്ക് പോവുക, എസ് അടിക്കുക. ഇവിടെ കിടക്കുന്നുണ്ട് ഈ 2 രൂപ. ഞാൻ ക്യാഷ് കിട്ടിയിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് 4 രൂപയായപ്പോൾ ഞാൻ കിട്ടുമോ ഇല്ലയോ എന്നറിയാനായിട്ട് വിഡ്രോവൽ ചെയ്തു. ഓക്കെ, അതപ്പോഴത്തേക്കിനും എനിക്കത് ക്രെഡിറ്റും ആയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. നമ്മൾ കിട്ടിയ കാര്യം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇവിടെ കണ്ടോ, ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എടുക്കാമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, 4 രൂപ എനിക്ക് കിട്ടിയിട്ടുണ്ട്. 4 രൂപ കിട്ടിയിട്ടുണ്ട്. അവത്തിൽ നിന്ന് ഞാൻ വിഡ്രോവൽ ചെയ്തതാണ് 2 രൂപ. ബാക്കി 2 രൂപ അവർ തന്നിട്ടില്ല, അവിടെ കിടപ്പുണ്ട്. നമുക്കത് വെച്ച് വേണേലും കളിക്കാം. പക്ഷെ നമ്മൾ കളി അങ്ങോട്ട് മൂത്ത് കഴിയുമ്പോൾ നമ്മളിതിനങ്ങ് അഡിക്റ്റ് ആവും. ആദ്യം നമ്മൾ 1 രൂപ ഇടും. പിന്നെ നമ്മൾ ആദ്യം 1 രൂപ ഇടും. ആ 1 രൂപയ്ക്ക് നമ്മൾ കളിക്കുമ്പോൾ ചിലപ്പോൾ അവർ നമ്മളെ ജയിപ്പിച്ചങ്ങ് വിടും. അപ്പോൾ നമ്മൾ ജയിച്ചു, ഇനിയിപ്പോൾ അടുത്ത കളിക്ക് നമുക്ക് കയറാം എന്നും പറഞ്ഞ് നമ്മൾ പിന്നെ 5 രൂപ ഇട്ടിട്ട് പിന്നെ കയറും. അതിന് ചിലപ്പോൾ നമ്മൾ കയറും. അങ്ങനെയായി വലിയ എമൗണ്ടിലേക്ക് നമ്മൾ അങ്ങനെ അങ്ങ് പോവും. മനസ്സിലായോ? അതാണ് ഇവർ നമുക്ക് തരുന്ന പണി എന്ന് പറയുന്നത്. അതേസമയം കണ്ടോ, പൈസ കൊടുത്തിട്ടുള്ള എൻട്രിക്കൊക്കെ അവർ 17-18 രൂപയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേസമയം ഫ്രീ എൻട്രിക്ക് കണ്ടോ 0.4 രൂപയെ കൊടുത്തിട്ടുള്ളൂ. 1 രൂപയ്ക്കാണെങ്കിലും 1.7, 1 രൂപയ്ക്കാണെങ്കിലും 1.7. നമ്മളതിങ്ങനെ 1 രൂപ വെച്ച് നമ്മളത് അങ്ങ് അഡിക്റ്റാവും. അഡിക്റ്റായി കഴിയുമ്പോൾ നമ്മൾ കൂടുതൽ എമൗണ്ട് ഇട്ട് നമ്മൾ ചെയ്യാൻ തുടങ്ങും? കളിക്കാൻ തുടങ്ങും. അങ്ങനെയാണ് നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോകുന്നത്. മനസ്സിലായോ? അത് അവരുടെ ഒരു തന്ത്രമാണ്. നമ്മൾ അങ്ങോട്ട് ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു 10 രൂപയോ 2 രൂപ അവർ തരും. എന്നിട്ട് നമ്മൾ ഫ്രീ ആണെന്ന് പറഞ്ഞ് അവർ നമ്മളെ കൊണ്ട് കളിപ്പിക്കും. എന്നിട്ട് 2 രൂപ കളിച്ച് നമുക്ക് ഫ്രീ കിട്ടുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അതൊന്ന് വിഡ്രോവൽ ചെയ്യാൻ നോക്കും. വിഡ്രോവൽ ചെയ്യുമ്പോഴത്തേനും ആദ്യത്തെ ഒരു 2-4 രൂപയൊക്കെ നമുക്ക് അവർ ട്രാൻസ്ഫർ ആക്കി തരും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കളിച്ചതിനകത്തും എനിക്ക് കിട്ടിയിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. കൂടുതൽ ഞാൻ കളിച്ചിട്ടില്ല. കാരണം അവർ ആപ്പിൽ പറയുന്നത് ഫ്രീ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളത് ഡൗൺലോഡ് ചെയ്തിട്ട്
കയറി കഴിയുമ്പോൾ അവർ ആദ്യത്തേതൊക്കെ ഫ്രീ ആയിട്ട് തന്നിട്ട് പിന്നെ അവർ എന്തിനാണ് എൻട്രി ഫീസായിട്ട് 5 രൂപ 6 രൂപയൊക്കെ വാങ്ങിക്കുന്നത്? മനസ്സിലായോ? അത് നമുക്കുള്ള കെണിയാണ്. നിങ്ങളത് മനസ്സിലാക്കണം. അത് കെണിയാണ്. നമ്മൾ ആദ്യം 1 രൂപ ഇട്ട് കളിച്ച് അതിനകത്ത് ചിലപ്പോൾ 1 രൂപ നമുക്ക് തിരിച്ച് കിട്ടുമായിരിക്കും. പിന്നെ അടുത്ത 1 രൂപ ഇട്ട് 2 രൂപയ്ക്ക് തിരിച്ച് കിട്ടുമായിരിക്കും. പിന്നെ അങ്ങോട്ട് എത്രയാവും? 5 10 ആവും, 10 15 ആവും, 15 20 ആവും. അങ്ങനെ നമ്മുടെ കയ്യിൽ ക്യാഷ് പോവും. ചിലപ്പോൾ നമുക്കതൊരു ഇതായി കഴിഞ്ഞാൽ എന്തായിരിക്കും? ക്രേസായി കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ചിന്തിക്കത്തില്ല നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്നത്. നമുക്കത് കിട്ടണം എന്നുള്ള ദ്വരയിൽ നമ്മളങ്ങ് ഇട്ടുകൊണ്ടിരിക്കും. അതിനനുസരിച്ച് ചില ഗെയിമൊക്കെ നമുക്ക് പാസ്സാക്കി അവർ തരും. കുഞ്ഞു എമൗണ്ടിൻ്റെയൊക്കെ. വലിയ എമൗണ്ടിന് അവരങ്ങ് നൈസായിട്ട് നമ്മളങ്ങ് തോൽപ്പിക്കും. മനസ്സിലായോ? ഇതാണ് പറയുന്ന ആപ്പിൻ്റെ ചതി എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ച് വേണം കളിക്കാൻ. ഏതൊരു ആപ്പ് എടുത്താലും നമ്മൾ പൈസ അങ്ങോട്ട് കൊടുത്തിട്ടുള്ള ഒരു കളിക്ക് നിങ്ങൾ നിൽക്കരുത്. അല്ലാതെ ഉള്ള എന്തിനും നിങ്ങൾക്ക് ഞാൻ പറയാം സപ്പോർട്ട് ചെയ്യുന്നു. അതല്ലാതെ വേറെ എന്തൊരു 5 രൂപയോ 1 രൂപ പോലും അങ്ങോട്ട് കൊടുത്തിട്ടുള്ള ഒരു ഗെയിമും നിങ്ങൾ കളിക്കാൻ പാടില്ല. അങ്ങനെ കളിച്ചാൽ നിങ്ങളുടെ അക്കൗണ്ടിലെ ക്യാഷ് മുഴുവൻ കാലിയാവും. പറഞ്ഞില്ലെന്ന് വേണ്ട. അപ്പം നിങ്ങൾ ഓരോ ഗെയിമും ഓരോ ആപ്പും ശ്രദ്ധിച്ച് ഡൗൺലോഡ് ചെയ്തിട്ട് കളിക്കാവുള്ളൂ. അതിപ്പം വെബ്സൈറ്റ് ആണെങ്കിൽ പോലും ഞാൻ എടുത്തു പറയണം, 1 രൂപ പോലും അങ്ങോട്ട് കൊടുത്തിട്ടുള്ള ഒരു ജോലി നിങ്ങൾ ചെയ്യരുത് കേട്ടല്ലോ. അപ്പോൾ നിങ്ങളെല്ലാ ഇതും നല്ലപോലെ ആലോചിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പം ഞാൻ പറയുന്നതാണെങ്കിൽ പോലും നിങ്ങൾ ഗൂഗിളിലോ ട്രസ്റ്റ്പാഡിലോ ഒക്കെ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് വിശ്വാസം വന്നെങ്കിൽ മാത്രം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഗെയിം കളിക്കാവുള്ളൂ, ക്യാഷ് എൻ ചെയ്യുള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. എന്നിട്ട് മാക്സിമം എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ, സീ യു.